എല്ലാവർക്കും സുൽഫത്ത് ഗ്രീൻഡറിയിലേക്ക് സ്വാഗതം. ഇത് കണ്ടില്ലേ, നമ്മിപ്പോ ചെടിച്ചട്ടിയില് പച്ചക്കറി നട്ടപ്പ ഒരു കപ്പയുടെ ചെറിയ കമ്പ് ഇങ്ങനെ താങ്ങാലായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പച്ചക്കറിയൊക്കെ ഉണ്ടായി കഴിഞ്ഞ് ഇവിടെ പുല്ല് പിടിച്ച് കിടക്കണായിരുന്നു. ചെടിച്ചട്ടി നിന്നിട്ട് ഈ കപ്പയുടെ കട്ടിങ് വലുതായി കണ്ട, കപ്പയുടെ കട്ടിങ് വലുതായി, നമ്മുടെ മഞ്ഞക്കപ്പയുടെ കട്ടിങ് കണ്ട. അപ്പൊ ഈ അടുത്ത ദിവസം ചെടിച്ചട്ടി ഇങ്ങനെ മറിഞ്ഞ് കിടന്ന് നോക്കിയപ്പോഴാണ് ചെടിച്ചട്ടിയുടെ അടിയില് വെള്ളം പോകണ ഒരു ഹോൾ ഉണ്ടാവൂല, ആ ഹോളിൽ കൂടെ വേര് പോയിട്ട് കണ്ട കപ്പ ഇതേപോലെ കപ്പ ഉണ്ടായേക്കണേണ് മണ്ണിന്റെ അടിയില്. അപ്പൊ നമുക്ക് ചെടിച്ചട്ടിയില് നട്ടിട്ട് പോലും കണ്ട ഒരു ചെറിയ വേര് പോയിട്ട് പോലും ഈ കപ്പ ഉണ്ടായേക്കണില്ല. എന്നാൽ നമ്മ ഇതിന് യാതൊരു പരിചരണങ്ങളൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ നമ്മ പച്ചക്കറിക്ക് വെറുതെ കുത്തി കൊടുത്താന്ന് പറയണില്ലേ. അപ്പൊ മഞ്ഞക്കപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൊട്ടിക്കപ്പ, ഏത്തക്കപ്പ, അങ്ങനെ പല പേരുകളിലൊക്കെ അറിയപ്പെടണ കപ്പയാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണ്. നമ്മ പുഴുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല് മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഒരുപാട് പേർക്കാണ് ഞാനിതിന്റെ കട്ടിങ് ഒക്കെ അയച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ആളുകൾക്ക് ചിലപ്പോ ചെറിയ കട്ടിങ്, അപ്പൊ അവര് ചോദിക്കും ഇത് പിടിക്കുമോ, ഇത് കപ്പ ഉണ്ടാകുമെന്നൊക്കെ. ഇതെന്ന് പറഞ്ഞാല് ഏറ്റവും തുഞ്ചത്തുനിന്ന് ഏറ്റവും ചെറിയൊരു കമ്പ് നമ്മ നട്ടുകൊടുത്തതാണ്. അപ്പൊ ഏത് കമ്പ് നട്ടു കൊടുത്താലും ഈ കപ്പ നന്നായിട്ട് നോക്കുകയാണെങ്കിൽ നല്ല വിളവ്. എല്ലാവർക്കും എനിക്ക് ഫോട്ടോ ഒക്കെ ഇട്ടുതരാറുണ്ട് നട്ടിട്ട് അവര് വിളവെടുക്കണേന്റെ ഒക്കെ. ഇഷ്ടംപോലെ കപ്പ ഉണ്ടാവുന്നതാണ്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണ്. ഇതിന്റെ ഇലകൾ കണ്ടില്ലേ, കാണാൻ നല്ല ഭംഗിയുള്ള ഇലകളാണ് ഇതിൻ്റെത്. നല്ല തണ്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഇങ്ങനെ അടുത്തടുത്തടുത്ത് കൂട്ടക്കൂടി നല്ലൊരു ഭംഗിയാണ് ഈ കപ്പ നട്ടതിനകത്ത് തന്നെ. അപ്പൊ നമുക്ക് ചെടിച്ചട്ടിയിലും കപ്പയൊക്കെ നടകണ്ട, നമുക്ക് ചെടിച്ചട്ടിയില് കപ്പയൊക്കെ നടാം. അപ്പൊ നമുക്ക് വിളവെടുത്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ട, ഇത് ഇനിയും അടിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ ഇനി ഇതുണ്ടാവും. ഈ ഹോളില് കൂടി ഇത് ചെറിയ വേര് കണ്ട പോയിട്ടാണ് ഇത് ഉണ്ടായേക്കണത്. എന്തെങ്കിലൊക്കെ പോയേക്കണേന്ന്. കുറച്ചാളും കൂടിയൊക്കെ നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് ഇത് നല്ല വലിപ്പമുള്ള കിഴങ്ങ് ഉണ്ടാകുമായിരുന്നു. പക്ഷെ നമ്മിപ്പോ ഇവിടെ കണ്ട പോയേക്കണ നോക്കിയാ നിങ്ങ. ഈ കപ്പട ഒരു പ്രത്യേകതയാണിത്. ഈ കപ്പ കണ്ട ഇതിങ്ങനെ പോയിട്ട് കണ്ട ഇതിങ്ങനെയൊക്കെ പോയേക്കണേണത്. ഇത് ഇങ്ങനെ വേരോടി പോയോടത്തൊക്കെ കണ്ട. ഇനിയും ഇങ്ങോട്ട് പളരാസലുണ്ടെങ്കിൽ കണ്ട ഇങ്ങനെ പോയിക്കോട്ടെ. നമ്മളിപ്പോ പൊട്ടിച്ചെടുത്തതാണ്. അപ്പൊ ഇതെല്ലാ വേരിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയിട്ട് കണ്ട നല്ല നീളം നോക്കിയ. ഈ നീളത്തിനനുസരിച്ച് ഈ കപ്പയും വലുതാകോട്ടെ മണ്ണിന്റെ അടിയിൽ കിടന്നിട്ട് കണ്ട. ഇനി നമുക്ക് ചട്ടിയുടെ ഉള്ളിൽ കപ്പ ഉണ്ടാന്ന് നോക്കാം. അതിന്റെ ഉള്ളിൽ കപ്പ ഉണ്ടാന്ന് അറിയില്ല, നമുക്ക് നോക്കൊന്ന്. അപ്പൊ ഈ കപ്പ നമുക്ക് കണ്ട, ഈ കപ്പ നമുക്ക് ഇവിടം വെച്ചത് കട്ട് ചെയ്ത് എടുക്കാം. ചട്ടി ചിലപ്പോ ഇവര് പൊട്ടിച്ചളയും ഈ കപ്പ. ചട്ടിയുടെ ഉള്ളില് കപ്പയൊക്കെ ഉണ്ട് കേട്ടോ, കണ്ട. ചട്ടിയുടെ ഉള്ളിലും കപ്പയൊക്കെ ഉണ്ട്. നമുക്ക് പക്ഷേ ഈ കപ്പ എടുക്കണമെങ്കിൽ നമുക്ക് അടിയിന്ന് ഇത് കട്ട് ചെയ്ത് മാറ്റണം. കണ്ട ചട്ടിയുടെ ഉള്ളില് നല്ല റൗണ്ടിലുള്ള കപ്പയാണ്. കണ്ട ഇത് നമ്മിപ്പോ വലിക്കണമെങ്കിൽ ഇവിടം വെച്ച് ഇത് കട്ട് ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ചട്ടി പൊട്ടിപ്പോവും. നമ്മ ഇവിടെ നിന്ന് ഇത് ഒടിച്ച് കളഞ്ഞിട്ട് ഇവിടെ കട്ട് ചെയ്ത് മാറ്റിയിട്ട് വേണം ഇത് പൊക്കിയെടുക്കാൻ. അല്ലാണ്ട് നമ്മ പൊക്കുമ്പോ കണ്ട ഇവിടെ ഇത് പ്രസ്സായിട്ട് ഇരിക്കണേന്ന് കണ്ട നമ്മുടെ ഈ കപ്പ ഉണ്ടായതിന്റെ ഭാഗം. അപ്പൊ നമ്മ വലിക്കുമ്പോ ഇത് ചട്ടി പൊട്ടിപ്പോവും. നമുക്ക് കണ്ട കപ്പ ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കണ്ട വലിയ കപ്പ തന്നെയാണ്. നല്ല കണ്ട ഈ ചട്ടിയിൽ കപ്പ ഇട്ടാൽ ഒരു പ്രത്യേകിച്ച് നല്ല ഉരുണ്ട ഷേപ്പിലാ കപ്പ ഉണ്ടാവണത്. അപ്പൊ കപ്പ കണ്ട, ഇതാണ് കപ്പ കണ്ട. അത്യാവശ്യം നല്ലൊരു കപ്പ തന്നെയാണ് ചട്ടിയുടെ ഉള്ളിലുള്ളത്. നമുക്കിത് കട്ട് ചെയ്ത് എടുക്കാം. അപ്പൊ നമ്മ ചട്ടി പൊട്ടി പോകുന്ന വിചാരിച്ചത്, പക്ഷെ ചട്ടി പൊട്ടി പോകാണ്ട് തന്നെ നമ്മ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റി നമ്മ കപ്പ കണ്ട കപ്പ
വിളവെടുത്ത്. അപ്പൊ ചട്ടിയിലൊക്കെ നട്ടാ കണ്ട ഇതേപോലെയാണ് ഇരിക്കുള്ളൂ. കണ്ട നമ്മ ഓടും കഷ്ണമൊക്കെ ആ ഹോളിന്റെ അവിടെ വെച്ചിരുന്നതാണ്. പക്ഷെ അതും കഴിഞ്ഞിട്ടാണ് ഈ വേര്, ഒരു ചെറിയ വേര് പോയിട്ടാണ് ആ പുറത്തേക്ക് പോയിട്ടാണ് കപ്പ ഉണ്ടായത്. ചട്ടിയിലൊക്കെ നട്ടാ ഇതേപോലെ കപ്പ ഉരുണ്ട വരുള്ളൂ, ആ ചട്ടിയുടെ ആകൃതിയിൽ വരുള്ളൂ കപ്പ. പക്ഷെ നല്ല വെയിറ്റ് ആണ് കേട്ടാ. ഇതേപോലെയാണ് ചട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നമുക്ക് കപ്പ നട്ടാൽ ഉണ്ടാകണത്. എന്നുവെച്ചാൽ അവർക്ക് നീണ്ടു പോകാനായിട്ട് സൗകര്യം ഉണ്ടാവില്ല. അപ്പൊ ഒരു വളർച്ച, ഒരു റൗണ്ട് ഷേപ്പിലൊക്കെ നമുക്ക് കപ്പ കിട്ടും. അപ്പൊ ഈ കപ്പക്ക് വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ടായില്ല. ചട്ടിയുടെ അടിയിൽ കൂടെ പോയി മണ്ണിൽ കൂടെ എത്രത്തോളം ദൂരം പോകാൻ പറ്റും അത്രത്തോളം നീളത്തിൽ ഇത് കപ്പ ആയിട്ടുണ്ട്. അപ്പൊ മഞ്ഞക്കപ്പ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണ്. നമുക്ക് പുഴുങ്ങി കഴിഞ്ഞാല് മഞ്ഞളിട്ട് പുഴുങ്ങിയ പോലെ തന്നെയാണ് ഇരിക്കണത്. നമുക്കൊരു നല്ല കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ട ഇപ്പൊ തന്നെ നല്ല മഞ്ഞ കളറാണ്. പുഴുങ്ങിക്കഴിഞ്ഞാലുള്ള കളറ് നല്ല മഞ്ഞയാണ്, മഞ്ഞളിന്റെ അതേ കളർ തന്നെയാണ്. ഈ നാര അതേ മരം ഒന്നുമില്ലാത്ത നല്ലൊരു കപ്പയാണ്. കണ്ട തോലൊക്കെ നല്ല നൈസായിട്ട് ആ തോലൊക്കെ ഉണ്ടാവുള്ളൂ. നല്ല ടേസ്റ്റ് ആണ്. ഞാൻ ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തത് അറിയില്ല, എല്ലാവരും പറയും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കപ്പയാണ്. പണ്ട് കാലങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പത് ഇത് അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കണേണ്. അപ്പം നമ്മ കപ്പകളൊക്കെ നടണോര് അപ്പൊ മറ്റുള്ള കപ്പ നടണതിന്റെ കൂട്ടത്തില് ഒരു മഞ്ഞക്കപ്പയും കൂടെയൊക്കെ നട്ട് പിടിപ്പിച്ചോ. കയ്പൊന്നും ഒട്ടുമില്ലാത്ത കപ്പയാണ് ട്ടാ. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.